ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസിയായി വീട്ടിൽ തന്നെ മാംഗോ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുമെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല പഴുത്ത ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും കുറച്ച് മാതളവും. മാങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വയ്ക്കണം. പുഡിംഗ് റെഡിയാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനാണ്. ഇനി ഇതൊന്ന് പൾപ്പാക്കി എടുക്കാം. മാംഗോ പൾപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ഗ്ലാസ് തണുത്ത പാലും. തണുത്ത പാലിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് 1.5 ഗ്ലാസ് പാല് ചൂടാക്കാൻ വയ്ക്കാം. പാല് നല്ലതുപോലെ ചൂടായി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്ന സമയത്ത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കണ്ട, കുറച്ചായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കാം. നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷമാണ് പിന്നെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കുറച്ച് മാങ്ങയുടെ പീസസ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ പുഡിംഗ് കഴിക്കുന്ന സമയത്ത് കുറച്ച് പീസസ് ഇങ്ങനെ കഴിക്കാനായിട്ട് കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് നട്ട്സും മാതളവും കൂടി ചേർത്ത് കൊടുക്കാം. നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ കാണാനൊക്കെ നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2-3 മണിക്കൂർ നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നല്ലതുപോലെ അടച്ചു വയ്ക്കണം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ പുഡിംഗ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.